ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീദേവിയാണെങ്കിൽ ആനന്ദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ആകാശ് എന്തായാലും കൈവിട്ട് പോയിരിക്കുകയാണ് ആനന്ദേട്ടാ, നമ്മൾ ആരും വിചാരിക്കണ പോലെ ഒന്നും അല്ല. അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നുമല്ല ആണ്. ഇപ്പം തന്നെ ദേ അമ്മായിയച്ഛൻ പറയുന്നതേ കേൾക്കുന്നുള്ളൂ. അമ്മായിയച്ഛൻ എന്താ പറയണ അത് അപ്പുറം പോകുന്നില്ല. അവിടുന്ന് പറഞ്ഞു വിട്ടതായിരിക്കും കടയുടെ ഒരു മാറ്റം വരുത്തണമെന്നും AC വെക്കണമെന്നും. ഇനിയിപ്പം നോക്കിയോ, കടയിൽ ACയും വെച്ച് ഷട്ടറൊക്കെ മാറ്റി ഗ്ലാസും വെച്ച് പിന്നെ പുതിയ സ്റ്റാഫുകളെ എടുത്ത് അവർക്കൊരു യൂണിഫോമും ഒക്കെ എടുത്ത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആനന്ദേട്ടൻ ഒരു യൂണിഫോം കരുതി വെച്ചോ കേട്ടോ. അതെന്തിനാ? അല്ല, ഇനിയിപ്പോൾ കടയിൽ പോയി നിൽക്കേണ്ട ഗതി വന്നാൽ യൂണിഫോമൊക്കെ ഇടണ്ടേ? ഒന്നും മിണ്ടാതിരിക്കും ദേവി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇല്ലെങ്കിൽ ആനന്ദേട്ടൻ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞതിനപ്പുറം പോവില്ല, എനിക്ക് ഉറപ്പായി. ആകാശ് അവിടെ ചെന്നപ്പോൾ ഇവിടുത്തേനേക്കാളും നല്ല പരിഗണനയും കെയറിങ്ങും ഒക്കെ അവിടുന്ന് കിട്ടിത്തുടങ്ങി. അമ്മായിയച്ഛൻ പറയും, മോനെ അത് ഇത് നല്ല സാധനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി കഴിക്കാനായാലും. പിന്നെ ഇവിടെ അച്ഛൻ്റെ ആയിരിക്കണ വഴക്കും കേൾക്കണ്ട, തലയിലെടുത്ത് വെച്ചായിരിക്കും അവർ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനേക്കാളും സുഖം അവിടെയാണെന്ന് ആകാശിന് തോന്നി. അതുകൊണ്ടേ ആകാശം നല്ലോണം അങ്ങോട്ട് ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ദേവി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതേ, അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല ആകാശം. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാം, പോയി കാര്യം കണ്ടു കഴിയുമ്പോഴേ കാണാം. ഇപ്പോൾ അച്ഛന് ഇത്രയും കാലം കൊണ്ട് അച്ഛൻ സമ്പാദിച്ച് ഉണ്ടാക്കി വെച്ചാൽ ഈ കട വരെ ഇപ്പം മാറ്റി പണിയണമെന്നൊക്കെ വെച്ചാൽ ഇതാരുടെ ഉപദേശമാണ്? അമ്മായി അച്ഛനും അമ്മായി അമ്മയും കൂടെ പറഞ്ഞു കൊടുക്കുന്നില്ലേ? വീട്ടിൽ ചെല്ലുമ്പോഴത്തെ തലേ കയറ്റി വെക്കുകയും നല്ല ആഹാരം കൊടുക്കുകയും സോപ്പിടുകയും പതപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആകാശങ്ങ് മറന്നുപോയി, മറന്ന് കിടക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആകാശിനെ കുറിച്ച് ആനന്ദിനോട് ശരിക്കും പറഞ്ഞു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മുടെ ആനന്ദ് അതൊന്നും വിശ്വസിക്കുന്ന സഹോദരന്മാരെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്നുള്ളത് തന്നെ ആകാശ് ദേവിയെ അങ്ങനെയൊന്നും പറയരുതെന്നാണ് പറയാൻ കേട്ടോ. എന്തായാലും ദേവി, എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എനിക്കിവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകാൻ പോകുന്നുള്ളത് തോന്നി തുടങ്ങി ആനന്ദേട്ടാ. എന്ത് പ്രശ്നം? വഴിയേ വരും, നോക്കിക്കോ. ഇപ്പം തന്നെ ഓരോരുത്തരായിട്ട് അകന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആകാശം പൊക്കോളും എന്നും എനിക്ക് വയ്യേ, ഇതൊന്നും തലവേദന എടുക്കണം ആലോചിച്ചിട്ട് ഞാൻ പോവാ. ഇനി ഒരു കാര്യം ചെയ്യും, ആനന്ദേട്ട അവിടെ നിന്ന് ആലോചിച്ചോ എന്നും പറഞ്ഞിട്ട് ഉള്ള ഇതെല്ലാം കൂടി തലയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് ദേവി പോവാട്ടോ. അപ്പോൾ രാത്രി പാലം കടയൊക്കെ പൂട്ടി വന്നപ്പോൾ നേരെ നമ്മുടെ അച്യുതൻ വരുന്ന വഴിയിൽ കയറി തടഞ്ഞു നിൽക്കുകയാണ് കേട്ടോ, വണ്ടിയും വെച്ചിട്ട്. അച്യുതൻ കാറും കൊണ്ട് വരുമ്പോൾ വഴിയിൽ ബാലൻ തടഞ്ഞു നിൽക്കുക. കാറിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് വേറെ ജോലിയില്ലേ? നീ എന്തിനാണ് എവിടെ വന്ന് നിൽക്കുന്നത്? വഴി തടഞ്ഞ് നിൽക്കുകയാണോ രാത്രി എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ പറയാം, പകൽ വെളിച്ചത്തിൽ ഒളിച്ച് നടക്കണവന്മാരെ രാത്രി എങ്കിലും ഒളിച്ചിരുന്ന് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് നിന്നേന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞടാ നീ? അതെ എടാ, നിനക്ക് നാണം ഉണ്ടടാ, നീ എന്തിനാടാ ധർമ്മനെ തല്ലിയത്? അത് ചോദിക്കാനാണോ നീ വന്നത്? ധർമ്മനെ എൻ്റെ സ്വന്തം അനിയനാണ്. അവന് ചിലപ്പോൾ ഞാൻ തല്ലും കൊല്ലും എന്തു വേണമെങ്കിലും ചെയ്യും. വേണമെങ്കിൽ നിന്നെ ഞാൻ തല്ലും. തല്ലിക്കോ, അതാണ് എനിക്ക് വേണ്ടത്. നീ എന്നെ തല്ലിക്കോ, പക്ഷെ ധർമ്മനെ തല്ലരുത്. അവൻ എൻ്റെ അനിയനാണ്. പിന്നെ നീ പറഞ്ഞതുപോലെ നിൻ്റെ അനിയനല്ല അവൻ. നിൻ്റെ അനിയനാണെങ്കിൽ അവന് സ്നേഹവും കടപ്പാടും എല്ലാം അവൻ നീ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അവൻ എൻ്റെ കൂടെയാണ്. ഞാനാണ് അവൻ അതെല്ലാം കൊടുക്കുന്നത്. അവൻ്റെ സഹോദരിയുടെ കൂടെയാണ് അവൻ നിൽക്കുന്നത്. എൻ്റെ അനിയനാണ് അവൻ. നിനക്കത് പറയാനുള്ള ഒരു യോഗ്യതയില്ലടാ എന്ന് പറയാട്ടോ. പിന്നെ എൻ്റെ ധർമ്മൻ്റെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് വീണാൽ ചോദിക്കാനും പറയാൻ ആളില്ല നീ വിചാരിക്കരുത്. നിനക്ക് ഞാൻ തരും ഈ കൈ. പിന്നെ ഉടനെ തന്നെ ആ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ബാലൻ പറയാം, ഒരിക്കലും ഈ കൈ പൊങ്ങാത്ത രീതിയിലാക്കാനൊക്കെ എനിക്കറിയാം, മനസ്സിലായല്ലോ? ഇത് ചൂണ്ടി നീ സംസാരിക്കില്ല എൻ്റെ മുമ്പിൽ, അങ്ങനെ ഞാൻ ആക്കും. മേലിൽ ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് വിരട്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് ഭയങ്കര പകയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ അച്യുതൻ്റെ മനസ്സിൽ. എന്നാലും ബാലൻ പോയി കഴിയാണ്. രാത്രി തന്നെ ബാലൻ ആര്യനും മിത്രയും കൂടെ പ്ലാൻ ചെയ്യുകയാണ് പിറ്റേ ദിവസം എങ്ങനെ പോകണം, എവിടെ പോകണമെന്നൊക്കെ. പക്ഷേ മിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാട്ടോ. കാരണം മിഥുൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ. മിഥുന് എന്തെങ്കിലും ചെയ്ത് കളയാനുള്ള പേടിയുണ്ട്. ആര്യനോട് ചോദിക്കുന്നുണ്ട്, ആര്യ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഒറ്റയ്ക്ക് പോവാൻ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഗുരുവായൂരിന്നാണല്ലോ. അതൊക്കെ ശരിയാ. ഗുരുവായൂർ അന്ന് വന്ന സമയം മുതൽ എനിക്കറിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതും കുളത്തിൽ ചാടിയതും അതിനുശേഷം എന്തൊക്കെയാണ് അവിടെ നടന്നത്, എനിക്കൊരു ജീവിതം തന്നതും ഒക്കെ എനിക്കറിയില്ല. ഇനി എനിക്കത് കൈവിട്ട് കളയാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവൻ എന്നൊക്കെ ഇങ്ങനെ പറയാം. ദേവി ഇതെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ ഈ ഗുരുവായൂരുള്ള പറച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ സൈഡിൽ നിന്ന് ഇവരുടെ സംസാരം മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഗുരുവായൂർ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ദേവിക്ക് മനസ്സിലായി. എന്നിട്ട് ആര്യൻ മിത്രയോട് പറയാം, നാളെ മുതൽ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. അതുകൊണ്ട് നീ ഇനി വിഷമിക്കരുത്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, നീ എന്തിനാ പേടിക്കണേ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് ദേവി സംശയത്തോടെ നേരെ റൂമിലേക്ക് പോവാം. ഇവർക്കിടയിൽ എന്താ പ്രശ്നം, എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ആ രാത്രി തന്നെ ഇവിടെ മിഥുനും കൂട്ടുകാരനും കൂടെ തിരിച്ച് പ്ലാൻ ചെയ്യടാ, നാളെയാണ് മിത്ര എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ നീ എന്ത് ചെയ്യാനാടാ ഉദ്ദേശം? അല്ല, മിത്ര വരുമ്പോൾ ഞാനൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, ഇവളെ എങ്ങനെയെങ്കിലും മയക്കി നമ്മുടെ അന്ന് പോയില്ലേ കൊടൈക്കനാലേ, അവിടെ പോവാം. കൊടൈക്കനാലോ അവൾ ചിലപ്പം വരാൻ വിസമ്മതിച്ചാലോ. ഇത് കണ്ടോ എൻ്റെ
എൻ്റെ കയ്യിൽ എന്നും പറഞ്ഞൊരു കുപ്പി എടുത്ത് അങ്ങോട്ട് കാണിക്കുക കേട്ടോ. മോർഫിനാണ്, അതിൽ പഞ്ഞിയിൽ മുക്കിയിട്ട് ഞാൻ അവളുടെ മൂക്കിലോട്ടൊരു പിടി പിടിക്കും, അതോടെ അവൾ ബോധം കെടും. അങ്ങനെ തൂക്കിയെടുത്ത് നമ്മൾ കൊണ്ടുപോകും. അതാണ് എൻ്റെ പ്ലാൻ. പക്ഷേടാ, നിനക്ക് അവിടെ കൊടൈക്കനാലിൽ ഇങ്ങനൊരു സംഭവവും സ്ഥാപനമൊക്കെ ഉള്ള കാര്യം ഇവിടെ ആരിനറിയാലോ? അറിയാം. പക്ഷേ ഈ ഒരു കേസിൽ ഞാനും ഇത്രയും ഇപ്പോൾ ഞാൻ അവളുടെ കൂടെ സംസാരിക്കുന്നതും അവളെ വരാൻ പറഞ്ഞതൊന്നും അവ അറിയണില്ലല്ലോ. ഇത് നമ്മൾ തമ്മിൻ്റെ ഒരു മാത്രമല്ലേ അറിയുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ അവൻ കൊണ്ട് കേസ് കൊടുക്കട്ടെ, എൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന്. കേസും കോടതിയൊക്കെ ആവണം, അപ്പോഴാണ് കളി മാറുന്നത്. എന്ത് കളിയാ? ആ സമയത്ത് ഞാൻ വേറൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാ, അത് അന്നേരം നീ അറിഞ്ഞാൽ മതി. ഇപ്പം എന്തായാലും ഞാൻ നിന്നോടത് പറയുന്നില്ല. പക്ഷേ ഇതിനെ കളി കൈവിട്ട കാര്യമാണ്. ഒന്നുമില്ല, അവൾ എൻ്റെ ഒപ്പം തന്നെ നിൽക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ മിത്ര പേടിച്ച് പറിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ തന്നെ ആര്യം പറഞ്ഞു കൊടുക്കുക, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ അവൻ പറഞ്ഞ സ്ഥലത്ത് നീ ചെല്ലണം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം ഇവിടുന്ന് ഇറങ്ങേണ്ടത്. ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ചോദിക്കും, എന്താ ഒരുമിച്ച് പോണേ, എന്താ കാര്യമെന്നൊക്കെ. അപ്പോൾ നീ പറഞ്ഞേക്കണം, നിനക്ക് കോളേജിൽ ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് നേരത്തെ പോയേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ആര്യൻ്റെ കൂടെ പോണേന്നങ്ങ് പറഞ്ഞാൽ മാത്രം മതി. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നീ പറഞ്ഞോളണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനൊരു സ്ഥലത്ത് മാറി നിൽക്കും. അപ്പോൾ മിഥുൻ പറഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ച് മാറി നിൽക്കും. അവിടെ നീ ഇറങ്ങി ബൈക്കിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് തന്നെ പോകണം. അയ്യോ എനിക്ക് വയ്യ ആര്യ, ഞാൻ അവൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോവില്ല, അവൻ എന്തെങ്കിലും ചെയ്യും. നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പോകണം. പോയി കഴിഞ്ഞാൽ അവൻ നിന്നോട് സംസാരിക്കുമല്ലോ. എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോൾ നീ പറയണം അവനോട്, എന്നെ വെറുതെ വിടണം, എന്നെ ഉപദ്രവിക്കരുത്, നീ താഴ്മയായി പറയുക. അവൻ അതിനപ്പുറം എന്തെങ്കിലും മോശമായി സംസാരിക്കുകയോ എന്തെങ്കിലും ആവണമെങ്കിൽ നീ എനിക്ക് സൂചന തരുക. നിൻ്റെ കയ്യിലിരിക്കുന്നില്ലേ ഫോൺ, ആ ഫോൺ മറ്റേ കയ്യിലേക്ക് ഇന്ന് തട്ടുക. അത് ഞാൻ അവിടെ നിന്ന് കാണും. അന്നേരം ഞാൻ അങ്ങോട്ട് വരും. പിന്നെ നീ പേടിക്കണ്ട, നിൻ്റെ ഒരു മുടിയിൽ പോലും അവനെ കൊണ്ട് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട, നിനക്ക് ഞാനത് വാക്ക് തരാം. വാക്കൊന്നും വേണ്ട, ആര്യൻ്റെ വാക്ക് ഇങ്ങനെ പറയുന്നത് തന്നെ എനിക്ക് ധാരാളം വിശ്വാസമായി. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വാക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആര്യൻ്റെ കൂടെ ഞാൻ സുരക്ഷിതയാണെന്നും ആര്യൻ എന്നെ അവന് വിട്ടുകൊടുക്കില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം ആര്യ. അതൊക്കെ ശരി, പക്ഷേ നിൻ്റെ ഈ പേടി അത് പ്രശ്നം ഉണ്ടാക്കും. നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് മിത്രയുടെ കൈയെടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് ഇറുക്കി പിടിച്ച് വെച്ചിട്ട് ആര്യം പറയാം, ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നാളെ ഒരു ഗെയിമിലേക്കാണ് ഇറങ്ങുന്നതെന്നുള്ള ചിന്ത വേണം. എതിർകക്ഷികളും ശത്രുക്കളും ആണെങ്കിലും അവർ ബലവാന്മാരും ശത്രുക്കളും ഒക്കെയാണ്. പക്ഷെ നമുക്ക് ജയിക്കണ്ടേ? നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതമാണ്. നമ്മൾ ഈ ഗെയിമിൽ ജയിക്കണം എന്നുള്ളൊരു വാശി നമുക്ക് വേണം മിത്രേ. നമ്മൾ തന്നെ ജയിക്കും എന്നുള്ള ഉറപ്പ് വേണം. അവർ തോൽപ്പിക്കുന്നു, നമ്മൾ ജയിക്കുന്നു, അത്രയേ ഉള്ളൂ. അവരെ തോൽക്കാൻ വേണ്ടി നമ്മൾ ചില മാർഗ്ഗങ്ങൾ എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അല്പം താന്നു പോയാൽ അവിടെ നമ്മൾ തോറ്റുപോകും. പിന്നെ അറിയാമല്ലോ, അവൻ നമ്മളടുത്ത് വരണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവൻ ദൂരെ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ അടുത്തെത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് നീ അവൻ്റെ അടുത്ത് ചെന്നേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇതോടുകൂടി നമ്മളെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറണം. ഇവിടെ ആരും ഒന്നും അറിയണില്ല. അതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ മിത്രേ, വേറെ ആരുമില്ല. അപ്പോൾ ഈ ഗെയിമിൽ ജയിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളല്ലേ? നിൻ്റെ കൂടെ ഞാനുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? പേടിയുണ്ടോ? ഇല്ല. ആര്യൻ്റെ ഈ വാക്കുകൾ തന്നെ ഇത് എൻ്റെ സിരകളിലേക്ക് ആ ഒരു ബലം കിട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ പറയണത്. ഈ ഇതിൽ നമ്മൾ ജയിക്കില്ലേ മിത്രേ? ജയിക്കും, ഉറപ്പായിട്ട് പറയാം, നമ്മൾ ജയിക്കും, നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ, നമ്മൾ ജയിച്ചിരിക്കും എന്നൊരു ഭയങ്കരമായിട്ട് നമ്മൾ മിത്രയ്ക്ക് ആ ഒരു വാശിയും വൈരാഗ്യം ഒക്കെ മനസ്സിൽ ആര്യനുണ്ടാക്കി കൊടുത്തിട്ട് സമാധാനമായിട്ട് നീ കിടന്ന് ഉറങ്ങ്, നമുക്ക് രാവിലെ പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് കിടത്തി ഓർക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രീദേവി നുണച്ചി പാറുവിന് ഇതൊക്കെ കേട്ടിട്ട് മനസ്സമാധാനം ഇല്ല. ആനന്ദ് നല്ല സുഖം ഉറക്കം. രാത്രി എപ്പോഴോ ആനന്ദ് തിരിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഉണ്ട് ദേവി അവിടെ ഇരിക്കുകയാണ്. ദേവിയുടെ ദേഹത്ത് കാല് തട്ടുമ്പോൾ, അയ്യോ എന്താടി നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുക. ഇല്ല ആനന്ദേട്ടാ, എനിക്ക് എങ്ങനെ ഉറക്കം വരുന്നില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്ത്. ഇനി എന്ത് പ്രശ്നം? നീ എന്തിനാ അതൊക്കെ ഓർക്കണേ? അയ്യോ ആനന്ദേട്ടൻ അറിഞ്ഞോ, ഇവിടെ ആര്യനും മിത്രയ്ക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അല്ല, ഞാൻ ഈ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട് കേട്ടോ. ഗുരുവായൂരോ? അതങ്ങനെ നീ അറിഞ്ഞു? ഞാൻ അവരുടെ സംസാരം കേട്ടു. നീ എന്തിനാടി അവരുടെ മുറി ചെന്ന് അവരൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? അയ്യോ ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നും അല്ല ആനന്ദേട്ടാ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ യാദൃശ്ചികമായിട്ട് എൻ്റെ ചെവിയിൽ വീണതാ. പിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവനും മനസ്സിലാക്കാതെ ഞാൻ അവിടെ നിന്ന് പോവില്ല. അറിയാലോ, കുട്ടിക്കാലം മുതലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിള്ളേരെ എന്നെ CID ശ്രീദേവി എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും എനിക്ക് ആ സ്വഭാവം ഉണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കേട്ടത്. അപ്പോൾ ഗുരുവായൂർ വെച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിലിവിടുത്തെ അമ്മയും മീനാക്ഷിയും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഇവരെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. അയ്യോ എൻ്റെ പൊന്നോ, നീ ഒന്നും മിണ്ടാതിരിക്കുക. ആര്യനും മിത്രയ്ക്കും പ്രശ്നമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ വരാനുണ്ട്. അങ്ങനെയൊന്നും പ്രശ്നം വരില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. ഇവിടെ ഭരിക്കുന്നത് ആരാന്നറിയോ? ഗോകുലം നമ്മുടെ ഗോമതി സ്റ്റോർ നടത്തുന്ന ബാലനാണ് ഇവിടെ ഇവിടുത്തെ ആ ഒരു അധികാരി. അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതൊക്കെ മാറ്റാനുള്ളത് അച്ഛൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അച്ഛന് തന്നെയാണ് ഈ പ്രശ്നം വരുന്നതെങ്കിലോ എങ്ങനെ മാറ്റും?
ഏയ് അതെന്താ നീ അങ്ങനെ പറയുന്നത്? പിന്നല്ലാണ്ട് ഇപ്പം തന്നെ ദേ അച്ഛനിൽ നിന്ന് ആകാശം അകന്നു തുടങ്ങിയിരിക്കുന്നു. ആര്യനാണെങ്കിൽ നേരത്തെ അകന്നു തുടങ്ങിയിരിക്കുന്നു. പിന്നെയും ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് അകന്നകന്ന് പോവും. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാവും. ഏയ് അങ്ങനെയൊന്നും വരില്ല. ഇപ്പോഴുള്ള ഈ പിണക്കങ്ങൾക്ക് താൽക്കാലികം. സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒക്കെ ആകുമ്പോഴത്തേക്കും പിണക്കം വരും. അത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. നീ എന്തൊക്കെയാണ് ദേവി പറയണത്? പക്ഷേ ആനന്ദേട്ടാ, ഈ CID ശ്രീദേവി ബാക്കിയുള്ളതും കൂടെ കണ്ടുപിടിച്ചിരിക്കും. നീ വാലും തുമ്പില്ലാതെ ഗുരുവായൂരെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അമ്മയും ഇവിടെ ചേച്ചി എല്ലാവരും കൂടെ ചേർന്ന് അനുമോളും ഒക്കെ ആര്യനും ഒക്കെ ആയിട്ട് ഗുരുവായൂരൊക്കെ അവർ പോവാറുണ്ട്. അതും തമ്മിൽ എന്താ ബന്ധം? അതെ, വാലും തുമ്പും ഇല്ലാത്ത കാര്യത്തിന് ഞാൻ കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി കാണിച്ചു തരാം. ആനന്ദേട്ടൻ നോക്കിക്കോ. ഈ ആര്യനും മിത്രയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ അമ്മയും മീനാക്ഷി ഒക്കെ അടങ്ങുന്നുണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ ആകെ കുഴപ്പത്തിലാക്കുക കേട്ടോ നമ്മുടെ ആനന്ദിനെ. ഇതൊക്കെയാണ് ഇന്നത്തെ ശ്രീദേവിയുടെ ഒരു വിശേഷങ്ങൾ. പുതിയൊരു എപ്പിസോഡായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.